ഇന്ന് ഞങ്ങൾ ആകർഷണ നിയമത്തിലെ ശക്തമായൊരു ടെക്നിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അത് എന്താണെന്നല്ലേ, നിങ്ങളുടെ നെഗറ്റീവ് വൈബ്രേഷൻ ഫ്രീക്വൻസി മാറ്റി നിങ്ങളുടെ പോസിറ്റീവ് വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്തുക എന്നുള്ളതാണ്. സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളിലൂടെയും ചിന്തയിലൂടെയും നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക. നമുക്കൊരുമിച്ച് നമ്മുടെ വൈബ്രേഷൻ എങ്ങനെ ഉയർത്താമെന്ന് പഠിക്കാം. ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി സമാനമായ ഊർജങ്ങളെ ആകർഷിക്കുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. സന്തോഷകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ നിങ്ങൾ പോസിറ്റീവ് വൈബ്രേഷൻ അയക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധമായ ഒരു ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുന്നു. വൈബ്രേഷൻ എന്നത് നമ്മൾ പുറപ്പെടുവിക്കുന്ന ഊർജമാണ്. അത് നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയാൽ സ്വാധീനിക്കപ്പെടുന്നു. നാം സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഉയരുകയും നമ്മുടെ ആഗ്രഹങ്ങൾ അനായാസമായി പ്രകടിപ്പിക്കുന്നതിനുള്ള വാതിൽ തുറക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി നിങ്ങളുടെ വൈബ്രേഷൻ വർദ്ധിപ്പിക്കുന്നതിന് ചില പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. അത് ചെറുതായാലും വലുതായാലും ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഊർജ മേഖലയിൽ കാര്യമായ സ്വാധീനം ചെലുത്താനാകും. 1. പ്രകൃതിയിലൂടെയുള്ള നടത്തം. സമാധാനപരമായി പ്രകൃതിയിലൂടെയുള്ള നടത്തം ഭൂമിയുടെ ഊർജവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നു. അടിസ്ഥാന പ്രഭാവം അനുഭവിക്കുകയും ചുറ്റുമുള്ള സൗന്ദര്യം നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ടുവരികയും ചെയ്യും. 2. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. നിങ്ങളുടെ സർഗാത്മകതയെ ഒഴുകാൻ അനുവദിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം മാറ്റിവെക്കുക. അത് പെയിൻറ്റിങ്, എഴുത്ത്, നൃത്തം എന്തുമായിക്കൊള്ളട്ടെ. ജന്മസിദ്ധമായി നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തുകയും നിങ്ങളുടെ വൈബ്രേഷൻ്റെ ആവൃത്തി ഉയർത്തുകയും ചെയ്യുന്നു. 3. ചിരിയോഗ. ചിരി ഒരു ശക്തമായ വൈബ്രേഷൻ റൈസറാണ്. ചിരിയോഗ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ ലഘൂകരിക്കാനും നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കാനും ഒരു കോമഡി പ്രോഗ്രാമോ അല്ലെങ്കിൽ കോമഡി മൂവിയോ കാണാൻ ശ്രമിക്കുക. ഒരു ദിവസത്തിൽ പലതവണ മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കുക. സോഷ്യൽ മീഡിയയിൽ വരുന്ന സങ്കടം, വെറുപ്പ്, പക, വിദ്വേഷം എന്നിവ പോലത്തെ നെഗറ്റീവ് ഇമോഷനുകൾ ഉണ്ടാക്കുന്ന വീഡിയോസ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനമാണ്. ഉയർന്ന വൈബ്രേഷൻ്റെ ആവൃത്തി നിലനിർത്തുന്നതിനുള്ള ഏറ്റവും വലിയ രഹസ്യം സ്ഥിരതയാണ്. കൃതജ്ഞത, പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ, ആഹ്ലാദകരമായ പ്രവർത്തനം, സന്തോഷം തരുന്ന പാട്ടു കേൾക്കൽ എന്നിവയിലൂടെ നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുക. ദിവസം മുഴുവനും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഊർജം സ്ഥിരമായി വിലയിരുത്തുക. നിങ്ങൾക്ക് കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ താൽക്കാലികമായി നിർത്തുക. നിങ്ങളുടെ വൈബ്രേഷൻ പുനഃക്രമീകരിക്കുന്നതിന് സന്തോഷകരമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക. ഓർക്കുക, നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്നത് ഒരു യാത്രയാണ്. സന്തോഷം സ്വീകരിക്കുക, പോസിറ്റീവ് എനർജി വളർത്തുക എന്നിവയിലൂടെ ആകർഷണ നിയമം നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കും. അടുത്ത തവണ കാണും വരെ പോസിറ്റീവായി തുടരുക.